പ്രവീൺ പ്രണവ് അതുപോലെ തന്നെ പ്രണവ് കൊച്ചു ഈ രണ്ട് യൂട്യൂബ് ചാനൽ തമ്മിൽ ഇപ്പം എന്താണ് ഒരു ഒളിപ്പോര് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പോര് നടക്കുകയാണെന്നാണ് ഇവരുടെ ചില വ്യൂവേഴ്സ് പറയുന്നത്. ഞാനപ്പോ 2 ദിവസമായിട്ട് ഈ ചില റിയാക്ഷൻ ചാനൽസ് ഒക്കെ ഇവരുടെ ഒരു വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത് കണ്ടു. പ്രണവ് കൊച്ചുവിന്റെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഇട്ട വാഴ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയുടെ കുറച്ച് പോർഷൻസ് എടുത്ത് കുറെ പേര് റിയാക്ട് ചെയ്യുന്ന കണ്ടു. ഞാനും അപ്പൊ ആ വീഡിയോ കണ്ടു. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് അതെടുത്തിട്ട് റിയാക്ട് ചെയ്യണമെന്നൊന്നും തോന്നിയില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് എന്താണ് ഇതിനകത്ത് ഇത്രയും പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ ഇരുന്ന് കണ്ടു നോക്കിയപ്പോഴത്തേക്ക് എനിക്കങ്ങനെ ചില ആളുകൾ പറയുന്നു അതിനകത്തൊരു ഇൻഡയറക്റ്റ് ആയിട്ട് പ്രവീണിട്ടിട്ടുള്ള ഒരു കൊട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ ഇരുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇൻഡയറക്റ്റ് ആയിട്ട് പ്രവീണിട്ടുള്ള ഒരു കൊട്ടുണ്ടെന്ന് പറയാം. പക്ഷെ അല്ലാതെ ഫ്രീ ആയിട്ട് അങ്ങ് കാണുകയാണെങ്കിൽ വലുതായിട്ടൊന്നും കൂടുതൽ ചിന്തിക്കാൻ പോയായിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും അതിനകത്തില്ല. ഇതൊക്കെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഇത്രയും പേര് റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കി. അപ്പം ബേസിക്കലി ഈ പ്രണവ് കൊച്ചുവിന്റെ ചാനലിൽ വന്ന ആ ഒരു വാഴ ഫാമിംഗ് വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമന്റുകളുടെ ഒരു റിയാക്ഷൻ ആണ് ഇത്. ലിറ്ററലി എന്തിനാ ഈ പ്രവീണിന്റെ ഭാര്യയൊക്കെ ഇത്രയും ആളുകൾക്ക് ഇത്രയും ഹെയ്റ്റ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. ഭയങ്കര ഹെയ്റ്റ് ആണ്. ആ പെങ്കൊച്ചിനെ വലിച്ച് കീറി വിട്ടിരിക്കുകയാണ് കമന്റ് ബോക്സിൽ കുറെ ആളുകൾ. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് നിങ്ങൾ കണ്ടവരായിരിക്കും ആ വീഡിയോ. എന്നാലും അതിന്റെ ഒരു കുഞ്ഞു പോർഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് അതിന്റെ കമന്റ് ബോക്സിലേക്ക് പോകാം. അപ്പം കാണാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്നും അവർക്ക് മനസ്സിലാവണമല്ലോ എന്താ സംഗതി. എന്താ ഇത്രേ ഉള്ളൂ സംഗതി. ഇപ്പോൾ ഇന്നൊരു വാഴ വ്ളോഗാണ് സുഹൃത്തുക്കളെ. ഈ വാഴ വെച്ചിട്ട് കുറേ ദിവസങ്ങളായി. വാഴ നല്ലോണം വളർന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് പോവാനായിട്ടൊന്നും പറ്റിയില്ല. അതിന് പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. വാഴ വെച്ചിട്ട് ആ സൈഡിലോട്ട് പിന്നെ ഞാൻ മൈൻഡേ ചെയ്തിട്ടില്ല. എനിക്ക് വെച്ചപ്പോഴത്തേന് എനിക്ക് വാഴയ്ക്ക് വെള്ളം ഒഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നടന്നില്ല കേട്ടാ. കിളിച്ച് ഞാൻ ഒരു വാഴ വെച്ചായിരുന്നു കൈസ്. അത് കിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാഴയുടെ തൈ മേടിക്കാൻ പോയതും വാഴ വെച്ചതും ഒക്കെ ആയിട്ടൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്. നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേന് ഞങ്ങൾ നേരെ കുടുംബ വീട്ടിൽ പോയിട്ട് ഇപ്പോഴത്തെ വാഴയുടെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, 2 ഞാനും അമ്മയും കുഴിച്ചത്, 2 അച്ഛൻ കുഴിച്ചത്. ഇതിങ്ങനെ നടുവ ചിക്കി മാന്തിയൊക്കെ ഇടാ. പ്രാർത്ഥിക്ക് എല്ലാരും, ഇത് നേരെ വരാൻ. മോളെ പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്, കാര്യമായിട്ട് പറഞ്ഞതാ. പഴം തിന്നാൻ വല്ല പാടുണ്ടോ? ശരിയാ, ഒരു പഴം തിന്നാനായിട്ട് നമുക്ക് എന്തൊരു എളുപ്പോ. ഒരു വാഴ നടാൻ വേണ്ടിട്ട് എന്തൊരു പാടാ. കുഴിയെടുക്കണം, ഈ കന്ന് പോയി മേടിച്ചോണ്ട് വരണം. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടേച്ചാ. ഈ കന്നില്ലേ, ഇതൊരു വാഴയായിരുന്നല്ലോ. ഈ വാഴ എന്തിനാ വെട്ടിയത്? എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ആ വാഴ അവിടെ തന്നെ കിളിച്ചത് വലുതായി പഴമായിട്ട് വരൂലായിരുന്ന? അവർക്കത് ഉണ്ടാക്കി വിറ്റാ പോരെ. അവരെന്ത് ചെയ്ത് വിൽക്കണം? ഒരു അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ പൊക്കിൾക്കുടി ബന്ധോ അത് വേർപെടുത്തൂത്. പൊക്കിൾക്കുടി ഇത് തമ്മിൽ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല. കാരണം കൊല വെട്ടി വാഴ അപ്പൊ ഒരുമിച്ച് തള്ളയും പുള്ളയും ഒരുമിച്ച് നിന്നാ കൊല വീണ് വെട്ടിക്കഴിഞ്ഞപ്പോ തള്ള മരിച്ച. പിന്നെ അതിനെ വെട്ടിക്കളഞ്ഞില്ലേ, അതിന്റെ കുഞ്ഞുങ്ങള്, പിന്നെ അതിന്റെ കുട്ടികളല്ലേ വരുന്നേ. അവര് അവിടെ കിടന്ന് വളരൂലേ? അത് ഒരുമിച്ച് നിന്നാ വളരൂലല്ലോ. നന്നാവൂല. ഞാൻ ഇതിനകത്ത് ഈ ചില പോർഷൻസ് ഒക്കെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെന്നാണ് നമ്മുടെ കമന്റ് ബോക്സിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ. അപ്പൊ വീണ്ടും നമ്മൾ ഇതൊന്ന് കാണുവാണെങ്കിൽ എവിടെയൊക്കെയോ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പ്രവീണിട്ടുള്ള ഒരു അടി, അതായത് അവര് വെച്ച വാഴ വേറെ ആരോ കൊണ്ടുപോയി ആ ഒരു മോഡിലുള്ള ഒരു സാധനം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാണ് വീണ്ടും ഞാൻ പറയുന്നു ജനങ്ങൾ, ഇവരുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കാ എവിടെയൊക്കെയോ എനിക്കും തോന്നി പോട്ടെ, ഞാനത് വിട്ടു. നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ അവരുടെ ഫാമിലിയിലോട്ട് താല്പര്യമില്ല. പക്ഷെ ഇവരുടെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, മൃദുല വേറെ എന്തോ സാധനം, ആ ഒരു മോഡിലാണ് ആളുകളുടെ ഒരു പരിധിയിൽ കൂടുതലുള്ള കമന്റുകൾ. കുറച്ച് കമന്റുകൾ ഞാൻ നിങ്ങൾക്കൊന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല ഈ കമന്റ് ഒക്കെ. ആദ്യത്തെ കമന്റ് ഇതാണ്: അച്ഛൻ വെച്ച ആദ്യത്തെ വാഴ കുലച്ചപ്പോൾ വേറെ ആൾക്കാർ കൊണ്ടുപോയി. എനിക്ക് ഈ വീഡിയോ കണ്ട് ചിരി വരുന്നുണ്ട്. ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നാണോ ഉദ്ദേശിച്ചത്? എന്തായാലും വീഡിയോ ഉഷാറാകുന്നുണ്ട്. അച്ഛനും അമ്മയും. പ്രവീൺ മൃദുലയൊക്കെ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് കൊച്ചു പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. കൊച്ചുവിന്റെ വീഡിയോ തമ്മിൽ എഡിറ്റിംഗ് ഒക്കെ നൈസാണ്. പല വീഡിയോസിലും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നൈറ്റ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് കിടക്കുമെന്ന്. ഒരവസരം കിട്ടിയപ്പോൾ രണ്ടാലും മുതലെടുത്തെന്ന് തോന്നുന്നു. സാരല്ല ബ്രോ, ഇനിയും ഷോർട്സ് ലോങ് വീഡിയോസ് ഒക്കെ ഇടും.
ഇതെന്താ സംഗതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രവീൺ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ പ്രവീൺ അതുപോലെ തന്നെ വൈഫ് മൃദുല ഇവര് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു കൊച്ചു മടിയനാണ്, കൊച്ചുവിന്റെ കള്ളുകൂടി, അതുപോലെ തന്നെ അവൻ രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുന്നു, അവനെ നിർബന്ധിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് അവര് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇപ്പൊ അവർക്കായിട്ട് തന്നെ ഒരു വിനയായിട്ട് വന്നിരിക്കുകയാണ്. കാരണം കൊച്ചു ആണ് ആ ഒരു വീഡിയോയിലേക്ക്, പണ്ടത്തെ ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനൽ ഇവരെല്ലാവരും ഫാമിലി ആയിട്ട് വരുന്ന ചാനലിലൊക്കെ കൂടുതലായിട്ട് കൊച്ചു ആണ് ഈ എഡിറ്റിങ്ങും പരിപാടികളും തമ്മിലും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെനിക്ക് തോന്നുന്നു പ്രവീണിന്റെ ഒരു പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊച്ചു ആണ് ഇങ്ങനെ ചെയ്യുന്നത്, അത് കഴിഞ്ഞാണ് അവൻ ഡിലേ ആയിട്ട് ലേറ്റ് കിടന്ന് ഉറങ്ങുന്നത്, നൈറ്റ് കിടന്ന് ഉറങ്ങുന്നത്, അതുകൊണ്ടാണ് രാവിലെ ലേറ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോയിൽ ഇവര് കൊച്ചുവിനിട്ടൊരു താങ്ങിയപ്പോഴത്തേക്ക് ഈ ഒരു കേസും വെച്ചാൽ താങ്ങിയത്. അതൊക്കെ ഇപ്പൊ തിരിച്ച് അവർക്ക് തന്നെ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രവീണിന്റെ വീഡിയോ വെറുപ്പ് തോന്നുന്നു മൃദുലയെ കാണുമ്പോൾ. ഈ ഒരു സാധനം കുറേ ഞാൻ കണ്ടു കേട്ടോ, കുറേ പ്രവീണിന്റെ വീഡിയോ കാണുന്നവർക്ക് മൃദുലയെ കാണുമ്പോഴത്തേക്ക് എന്തോ ഇറിറ്റേറ്റഡ് ആവുന്നു. പിന്നെ പണ്ട് തൊട്ടേ ഒരു പറച്ചിലുള്ളതാണ്, ഒരു സ്ത്രീ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവൾ വരുന്നത് കൊണ്ടാണ് ആ കുടുംബം മൊത്തത്തിൽ മറ്റേ വേറെ വിരിഞ്ഞു പോകുന്നത് എന്നുള്ളൊരു സാധനമൊക്കെ പണ്ട് തൊട്ടേ ഉള്ള ഒരു പറച്ചിലാണ്. അപ്പം അതൊക്കെ ഇന്ന് എത്രത്തോളം അതൊക്കെ വിശ്വസിക്കാൻ പറ്റും എനിക്കറിയില്ല. അങ്ങനെ എല്ലായിടത്തും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നു കയറുന്ന പെണ്ണ് വന്ന ഉടനെ ആ കുടുംബം മൊത്തത്തിൽ അങ്ങോട്ട് പിളർന്നു പോവുക. ഇവിടെ അത് എല്ലായിടത്തും കാണും, എവിടെയെങ്കിലും ഒക്കെ കാണും. എന്ന് വെച്ചിട്ട് എല്ലായിടത്തും അത് തന്നെയാണെന്നൊന്നും നമുക്ക് മറ്റേ അടിച്ചുറപ്പിച്ച് മറ്റുള്ളവരുടെ ലൈഫിൽ പുറത്തുനിന്ന് കണ്ടിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. ഇവരുടെ കേസിലാണെങ്കിൽ പോലും ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ മറ്റേ മനസ്സ് മാറ്റാനും നമുക്ക് പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു. വെറുതെ നമുക്ക് അറിയാതെ പെൺകൊച്ചിനെ വെറുതെ അങ്ങനെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ കാണുവടെ എവിടെയെങ്കിലും ഒക്കെ ഇച്ചിരിയൊക്കെ കാണും. മറ്റേ പെണ്ണും ചേർന്ന് കഴിഞ്ഞാൽ മറ്റേ വലിയ സീനാണെന്നൊക്കെ ആണല്ലോ ഇവിടെ പറയാറുള്ളത്, നമുക്ക് അറിയത്തില്ല. അടുത്തത് മൃദുലയുടെ തോൽവി ആ വീഡിയോ എടുത്ത് ചാനലിൽ ഇട്ടതാണ്. പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം പറയാതെ നിങ്ങളുടെ ഭാഗം മാത്രം കാണിച്ചു. ഇത്ര പെട്ടെന്ന് വീട് വാങ്ങി, അതിൽ നിന്നും മനസ്സിലായി ചാനലിന്റെ പണം മുഴുവൻ അവരുടെ കയ്യിലാണെന്ന്. പ്രവീൺ ഇത്രയും ദുഷ്ടനാണെന്ന് ഒരിക്കലും കരുതിയില്ല. അപ്പോ ഈ പ്രവീണിന്റെ ഒരു റിപ്ലൈ, ഈ കരഞ്ഞുകൊണ്ടുള്ള ഒരു സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, മൃദുലയും വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നതൊക്കെ. ആ ഒരു സാധനം വന്നതിന് ശേഷം ഒരുപാട് പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീണെയും മൃദുലയൊക്കെ സപ്പോർട്ട് ചെയ്ത് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നേരെ വീണ്ടും തിരിഞ്ഞിരിക്കുകയാണ്. എന്താണ് അത് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കും ഒരു പിടുത്തമില്ല കേട്ടോ. കാരണം അവരുടെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇതൊരു കേസായി മാറുമെന്നൊക്കെ വന്നതിന് ശേഷം പ്രവീണും പ്രണവും രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെ ചാനലിൽ നിന്ന് എല്ലാം വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് പിന്നെ ഇതിനെപ്പറ്റി ഒരു സംസാരം ഇല്ലാതെ അങ്ങ് പോയതാണ്. ലാസ്റ്റ് പ്രവീണിന്റെ സൈഡിൽ നിന്നാണ് ഒരു വീഡിയോ വരുന്നത്. ആ വീഡിയോ വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഈ പ്രണവിന്റെ സൈഡിൽ നിന്ന് വീഡിയോ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പ്രണവിനെ സപ്പോർട്ട് ചെയ്തു, പ്രവീണയും മൃദുലയും തെറി പറഞ്ഞു. ലാസ്റ്റ് ഇവരുടെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രവീണും മൃദുലയും വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു. പക്ഷെ ഇപ്പൊ ഇതെന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരെ ആൾക്കാരെല്ലാം ട്വിസ്റ്റ് ചെയ്ത് നേരെ പ്രണവിന്റെ അടുക്കിലേക്ക് പോയിട്ടുണ്ട്. അതിലെ പ്രണവിന്റെ അടുക്ക പോയതിനല്ല കുഴപ്പം, പക്ഷെ ആ പോയപ്പോഴത്തേക്ക് മൃദുല എല്ലാവരും നല്ല രീതിയിൽ ഇപ്പൊ വീണ്ടും തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയെ നമുക്ക് അറിയില്ല, ഫാമിലി അവരുടെ കുടുംബത്തിലെ പ്രശ്നം നമുക്ക് അറിയാത്തടത്തോളം കാലം അങ്ങനെ അവരെ തെറി പറയാനൊന്നും ഞാൻ എന്തായാലും നിൽക്കുന്നില്ല. തെറി പറയുന്നവരോടാണ് സൂക്ഷിച്ചും കണ്ടും തെറി പറയാൻ നിൽക്കുക. ലാസ്റ്റ് ഇതുപോലെ നമ്മൾ റിയാക്ട് ചെയ്യുമല്ലോ, ഇതാണെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ എടുത്ത് ഈ കമന്റ് എല്ലാം എടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ലാസ്റ്റ് നിങ്ങൾ കരയും, ഉറപ്പായിട്ടും ഞാൻ പറയുക, നിങ്ങൾ കരയും, നിങ്ങൾ പെടും. ഈ തെറി വിളിക്കുന്നവര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ തെറി പറയുന്നവര് ഒന്ന് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഒരു സ്ത്രീയൊക്കെ പോയി തെറി പറയുമ്പോഴത്തേക്ക് സൂക്ഷിക്കുക, പണി കിട്ടും, നല്ല പണി കിട്ടും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് കണ്ടതാണ്. ഒരുത്തൻ കരഞ്ഞു കൂവി എന്നെ വിളിച്ചതാണ്. അവന്റെ വീട്ടുകാരും ഒക്കെ കാണുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയത്തില്ല, ഞാൻ അവിടെ തന്നെ ഇടും. കാരണം ഇതൊക്കെ ഒരു പാഠമാണ് ആളുകൾക്ക്. വന്ന് തെറി, പിന്നെ എന്റെയിലൊക്കെ വന്ന് തെറി മാന്യമായിട്ട് എന്നെ വിമർശിക്കുന്ന ആളുകളുണ്ട്, നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാറില്ല, കേൾക്കും. ചിലവന്മാരെ ഞാൻ തിരിച്ച് നല്ല തന്തയ്ക്ക് പറഞ്ഞു വിടും, ചിലവന്മാരെ നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും. പിന്നെ അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായി. ഒരുത്തന്റെ വീട്ടുകാരും അവന്റെ നാട്ടുകാരും ഒക്കെ കണ്ട് അവനെ എല്ലാവരും തെറി പറയുന്നു. ലാസ്റ്റ് അവൻ വിളിച്ച് കരയുക, ഒന്ന് മാറ്റി കൊടുക്കുക വീഡിയോ എന്ന് പറഞ്ഞു. ഞാൻ മാറ്റി കൊടുക്കില്ല. അതിപ്പോ എന്തൊക്കെ വന്നാലും, കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാനും ഞാൻ റെഡിയാ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ തെറി പറയുന്നവന്മാരുടെ കാര്യത്തിൽ നമ്മളെടുത്ത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കിടക്കും ആ വീഡിയോ. നാട്ടുകാർ അറിയട്ടെ നിന്റെയൊക്കെ ഈ ചൊറിച്ചിൽ, അല്ലെങ്കിൽ നിന്നെ പോലെ ഇനി ചൊറിയായിരിക്കുന്നവന്മാര് ഈ പരിപാടി, ചൊറിച്ചിൽ കുഴപ്പമില്ലടോ, ചൊറിയുന്നതിനൊന്നും കുഴപ്പമില്ല. ഈ തെറി പറയുന്നത് അത് നിർത്തിക്കും. ഒരു പരിധിയിൽ കൂടുതൽ നമ്മളും തിരിച്ച് തെറി പറഞ്ഞെങ്കിൽ വിടും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അത് പോവുകയാണെങ്കിൽ എടുത്തു വെച്ച് താങ്ങി തരും, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം.
അടുത്തത് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ പോയി ആ പെണ്ണിനെ തെറിയൊക്കെ പറയുന്നവരോടാണ് ഞാനിത് പറഞ്ഞത്. സൂക്ഷിക്കുക, പണി കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കും കേട്ടല്ലോ. ഇത് പ്രവീൺ മൃദുലയ്ക്കുള്ള ഒരു മറുപടിയാണ്. അമ്മ തന്നെയാണോ പറയുന്നത്? ഈ വാഴ വെക്കുന്നത് കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. ഈ വാഴകൃഷി മൃദുലയുടെയും അവളുടെ വലയിൽ കുടുങ്ങിയ പ്രവീണിന്റെയും അണ്ണാക്കിലിട്ട് കൊടുത്ത പോലെ. കണ്ടല്ലോ. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾക്ക് ഇതിനെ നല്ല രീതിയിൽ ഈ ഒരു വീഡിയോയിൽ ഡയറക്റ്റ് അവരുടെ പേര് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് നല്ല താങ്ങ് കൊടുത്ത കണക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പൊ അടുത്തത് ഇനി പ്രവീണിന്റെ ഭാഗത്തുനിന്ന് എന്താണോ അടുത്ത വല്ല കപ്പ കൃഷിയാണോ നമുക്ക് അറിയത്തില്ല. ഇനി അടുത്ത അവിടെ നിന്ന് എന്തായിരിക്കും വരാൻ പോകുന്നത്. ഇത് ഈ ഒരു രീതിയിൽ ഒരു ഓൺലൈൻ ഫൈറ്റ് ഡയറക്റ്റ് ആയിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് ഇനി തുടർന്നുകൊണ്ട് പോവാതിരിക്കട്ടെ. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പ്രവീണും പ്രണവിനും തന്നെയായിരിക്കും പ്രശ്നം വരാൻ പോകുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, തെറിയൊക്കെ പറയുമ്പോഴത്തേക്ക് നോക്കിയും കണ്ടും പറയുക. പണി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതാ മക്കളെ. ആജീവനാന്തേക്ക് നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആട്ടും. അതൊന്ന് ഓർത്തു വെച്ചാൽ കൊള്ളാം. ഇത്രയൊക്കെ ഉള്ളൂ എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. കൂടുതൽ അവരിനി ഇൻഡയറക്റ്റ് ആയിട്ട് കിടന്നത് അല്ലാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആരുടെ ഭാഗത്താണ് ഇവിടെ ശരി? എനിക്കറിയാൻ പാടില്ല. കുടുംബ പ്രശ്നമായതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുക, കമന്റ് ബോക്സിൽ പറയുക. മാന്യമായിട്ടുള്ള കമന്റുകളാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെ കിടന്നോളും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.